മിഫ്താഹു കുല്ലി ശർ, എല്ലാ ഷർറിൻ്റെയും എല്ലാ നാശത്തിൻ്റെയും തുടക്കം അത് ലഹരിയുമായി അടുക്കലാകുന്നു, ലഹരിയുമായി ബന്ധപ്പെടലാകുന്നു. യഖ്റുജു ശാരിബുൽ ഖംരി യൗമൽ ഖിയാമത്തി അന്തന മിനൽ ജീഫ. മാസങ്ങൾക്ക് മുമ്പ് ചത്തുകിടക്കുന്ന പട്ടിയെ കുടിച്ചു മൂടാതെ റോഡിലോ വരാന്തയിലോ പറമ്പിലോ വെച്ചാൽ അതിൻ്റെ ദുർഗന്ധം എത്രയായിരിക്കും? അതിനേക്കാളും വലിയ ദുർഗന്ധത്തോടുകൂടെ ഒരു പറ്റം കുട്ടികൾ വരാനുണ്ട്. അവർ ലഹരികൾക്കടിമപ്പെടുന്ന മക്കളാണ്, കഞ്ചാവിനടിമപ്പെടുന്ന കുട്ടികളാണ്, കള്ളിനടിമപ്പെടുന്ന മക്കളാണ്. യുസമ്മൂനഹാ ബിസ്മി ഗൈരിഹാ, ധാരാളം പേരുകൾ ആഖിർ സമാനിൽ വരും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു, ലഹരി പദാർത്ഥങ്ങളുടെ പേരുകൾ എത്ര നിങ്ങൾക്കറിയും? ആ മക്കൾ 15 പേര് എണ്ണിത്തന്നു. 15 പേര്. എന്നിട്ട് ആ മക്കൾ പറഞ്ഞ്, ഇനി ഞങ്ങൾക്ക് അറിയൂല, വേറെയും പേരുണ്ട്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ദീൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, പല പേരുകളുമായി ലഹരി പദാർത്ഥങ്ങൾ ആഞ്ഞടിക്കും അടുക്കളയുടെ ഉള്ളറകളിൽ വരെ. സൗദി അറേബ്യ തൊട്ട് മറ്റു അറബി നാടുകൾ എവിടെയാണെങ്കിലും മയക്കുമരുന്നുമായി ഒരുത്തനെ പിടിച്ചാൽ അവന് ജീവിതം കാണാൻ പ്രയാസമായിരിക്കും. സൗദി അറേബ്യ അടക്കം മറ്റു അറബി നാടുകളിൽ വരെ ആർക്കാണ് ജീവിതത്തിലേക്ക് പിന്നെ വഴി കാണാൻ കഴിയുക? മയക്കുമരുന്നുമായി പിടിപെട്ട ഒരുത്തന്. കാരണം ഇതാണ് എല്ലാ നാശത്തിൻ്റെയും തുടക്കം. രാഷ്ട്രത്തിന് നഷ്ടമാണ്, ഭൂമിക്ക് കേടാണ്, വീട്ടിന് അതിലേറെ കേടമാണ്, കുടുംബത്തിന് നാശമാണ്. മാ ഖലഖല്ലാഹു ഖൽഖൻ അളറ മിന സ്വാഹിബി സൂഅ്. ചീത്ത കൂട്ടുകെട്ടിനേക്കാൾ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൂട്ടുകാർ, ആ കൂട്ടുകെട്ടിനേക്കാൾ ബെടക്ക് പിടിച്ച ജീവിതം, ബെടക്ക് പിടിച്ച കൂട്ടുകെട്ട് ലോകത്ത് എന്താകുന്നു എന്ന് മഹാന്മാർ ചോദിക്കുന്നുണ്ട്, മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. മൻ അത്അമ ശാരിബൽ ഖംർ, അല്ലാഹുവിൻ്റെ ഹബീബ് മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. മൻ അത്അമ ശാരിബൽ ഖംർ, കള്ളുമായി കഞ്ചാവുമായി ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നവന് ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ ആ ഭക്ഷണം കൊടുക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ, സല്ലത്തല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅഖറബാ. പാമ്പുകൾ കൊണ്ടും തേളുകൾ കൊണ്ടും അവനെ കൊത്തിവലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ആർക്ക് സഹോദരങ്ങളെ? ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടവനെ കുറിച്ചല്ല, കഞ്ചാവുമായി ബന്ധപ്പെട്ടവനെ കുറിച്ചുമല്ല. അവർക്കൊരു പിടി ചോറ് കൊടുക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചാണ് ദീൻ പഠിപ്പിക്കുന്നത്. നഊദു ബില്ലാഹ്. വമൻ അഖറലഹു ഖർലാ, ആരെങ്കിലും ആ മനുഷ്യന് അല്പം കടം കൊടുത്ത് സഹായിക്കുന്നുവെങ്കിൽ ഫഖദ് ആന അലാ ഖത്ലി മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ തക്ക കാരണമില്ലാതെ കൊന്നുകളയുന്നുവെങ്കിൽ എത്ര വലിയ ശിക്ഷയാണ്. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ കൊല്ലുന്നുവെങ്കിൽ നഊദു ബില്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളെ, ഒരാളെയും ആക്രമിക്കാനോ കൊല്ലലോ പോകട്ടെ, ഒരാളെ വേദനിപ്പിക്കാൻ, വിഷമിപ്പിക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ, കരയിപ്പിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പഴമക്കാരുടെ ദുആയുണ്ട്, പടച്ചവനെ, ഒരൊറ്റ മനുഷ്യനെ വെറുക്കാത്ത, വെറുപ്പിക്കാത്ത, വേദനിപ്പിക്കാത്ത, കരയിപ്പിക്കാത്തൊരു ജീവിതം നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് പഴമക്കാരുടെ ദുആയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ കരയരുത്. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശൈലി കൊണ്ടോ ഒരാൾ കണ്ണീരൊടുക്കേണ്ട ഗതി വരരുത്. ഒരാളോട് പിണങ്ങുന്ന, ഒരാളെ വെറുപ്പിക്കുന്ന ഒരവസ്ഥ കാക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, എങ്കിൽ ലഹരി പദാർത്ഥവുമായി ലഹരിയുമായി ബന്ധപ്പെട്ടവന് അല്പം കടം കൊടുത്ത് സഹായിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. വമൻ ജാലസഹു ഹശറഹുല്ലാഹ് യൗമൽ ഖിയാമത്തി അഅമാ.
മുസ്ലിമീങ്ങളെ, ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, കഞ്ചാവുമായി അടിമപ്പെട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവൻ, അവരെ നിങ്ങൾ കൂട്ടുകാരാക്കരുത്, അവരോട് നിങ്ങൾ സഹവസിക്കരുത്, അവരോട് നിങ്ങൾ ഇരിക്കുകയോ ചങ്ങാതിയാക്കുകയോ ചെയ്യരുത്. ഹശറഹുല്ലാഹ്, കുടിയനുമായി സഹവസിച്ച് കൂട്ടുകാരാക്കി നടക്കുന്നവൻ, അവന് അല്ലാഹു കുരുടനാക്കി കൊണ്ടുവരുന്നവനാണ്, കുരുടനാക്കി കൊണ്ടുവരുന്നതാണ്. ഖാല റബ്ബി ലിമ ഹശറതനി അഅ്മാ വഖദ് കുൻതു ബസീറാ. പടച്ചവരെ, ഞാൻ നല്ല കാഴ്ചയുള്ളവരായിരുന്നല്ലോ, എന്തേ ഇപ്പോൾ എന്നെ കുരുടനാക്കിയത്? ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. കാര്യം ശരിയാണ്. ഖാല കദാലിക അതത്ക ആയാതുനാ, ദീനിന്റെ വിധിവിലക്കുകൾ, കുടിയനുമായി ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരെ അവരെ സഹായിക്കാനോ അവരോട് സഹവസിക്കാനോ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനോ അവർക്ക് തുള്ളി വെള്ളം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ നീ ആ ഭാഗത്തേക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ദീൻ പഠിപ്പിച്ചുവെങ്കിൽ നീ അത് വലിച്ചെറിഞ്ഞില്ലേ? എന്നാൽ ഫകദാലികൽ യൗമ തുൻസാ, ഇന്ന് നിങ്ങളെ ഞാനും മറന്നിരിക്കുന്നു എന്ന് അല്ലാഹു ഒരു മുഅ്മിനെ കുറിച്ച് പറയുന്ന ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും ജ്യേഷ്ഠാനുജന്മാരെ? നോക്കൂ നിങ്ങൾ. അപ്പോൾ ഒരു കുടിയന്റെ ഭവിഷ്യത്ത്, അതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരുടെ ഭവിഷ്യത്ത് നോക്കൂ നിങ്ങൾ. എത്ര തൗഫീഖിന്റെ ഉടമകളാണ് ആ തൗഫീഖ് വലിച്ചെറിയുന്നത്. ഇവിടെയെങ്ങാനും ഒരു കുട്ടി, നമ്മുടെ നാട്ടിൽ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടി വന്ന് മൂത്രമടിക്കുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു നോക്കും. നിങ്ങൾ എന്നോട് പറയും, ഉസ്താദേ അത് സുഖമില്ലാത്ത ഒരാളാണ്, ബുദ്ധിയില്ലാത്ത ഒരാളാണ്. എൻ്റെ പ്രശ്നം തീർന്നു. അത് നിങ്ങൾ നമ്മുടെ സഭ വടക്കാകാതിരിക്കാൻ വേണ്ടി ആ കുട്ടിയെ വലിച്ചു കൊണ്ടുപോകും. അവനെ എന്തിനാണ് മൂത്രമടിച്ചെന്ന് ചോദിച്ച് ചീത്ത പറയോ? ആരും ചീത്ത പറയില്ല, കാരണം അത് ബുദ്ധിയില്ലാത്ത കുട്ടിയാണെന്നറിയാം. അതുപോലെ ഒരു പശു വന്ന് മൂത്രമടിക്കുന്നു, ആ പശുവിനെ നമ്മൾ ആരെങ്കിലും ചീത്ത പറയോ? ബുദ്ധിയില്ലാത്ത ജീവിയാണെന്നറിയാം, ആട്ടിവിടും നമ്മൾ നമ്മുടെ സഭ വടക്കാകാതിരിക്കാൻ. എന്നാൽ എൻ്റെ അനുജാ, ബുദ്ധിയുള്ളൊരു കുട്ടിയെങ്ങാനും ഇവിടെ വന്ന് മൂത്രമടിക്കുന്നുവെങ്കിൽ അവരെ നമ്മൾ വെറുതെ വിടുമോ? ഏറ്റവും ചുരുങ്ങിയത് ഉപദേശിക്കാനെങ്കിലും നാം പോകില്ലയോ? അല്ലാഹു നമുക്ക് നൽകിയ ബുദ്ധി, ആ ബുദ്ധിയാണ് വല്ലാത്ത റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്. ബുദ്ധി നഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ കുട്ടിയും അതുപോലെ പശുവും ഒരുപോലെയായിരിക്കുമെന്ന് മഹാന്മാര് വിവരിക്കുന്നുവെങ്കിൽ പോകട്ടെ, ബൽഹും അതല്ല, അതിനേക്കാളും അപ്പുറത്തായിരിക്കുമെന്നും മഹാന്മാര് വിവരിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ആ ബുദ്ധിയാണ് നമ്മുടെ പൊന്നുമക്കൾ, നമ്മുടെ കുട്ടികൾ. 16-17 വയസ്സുള്ള കുട്ടികൾ, ആൺകുട്ടികളെക്കാളും കൂടുതൽ ഇന്ന് പെൺകുട്ടികൾ. വേദനാജനകമായ സാഹചര്യമാണ് മുസ്ലിമീങ്ങളെ, വേദനാജനകമായ രംഗമാണ്. സ്കൂളുകളിലേക്ക് പോകുന്ന കാര്യപ്പെട്ട ഹാജിമാരുടെ, ഹജ്ജുമ്മമാരുടെ മക്കൾ, കഅബാലയത്തിന്റെ ഖില്ല പിടിക്കാൻ അവസരം ലഭിച്ച മക്കൾ, അവരുടെ മക്കൾ, ആ മക്കളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ബുദ്ധി നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് ചെയ്ത നിഅമത്തുകളിൽ ധാരാളമുണ്ട് സഹോദരങ്ങളെ. ലാ ഹദ്ദ വലാ ഹസ്റ, ലാ ഹദ്ദ വലാ ഹസ്റ, കണക്കും കയ്യുമില്ല.